ഓക്കെ ഗൈസ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രഷ് ടൂൾസിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇതിൽ ഇതാ കാണുന്നതാണ് ബ്രഷ് ടൂൾസ്. ഈ ബ്രഷ് ടൂൾ ഉണ്ട്, പെൻസിൽ ടൂൾസ് ഉണ്ട്, ആൻഡ് കളർ റീപ്ലേസ്മെന്റ് ടൂൾസ് ഉണ്ട്, ആൻഡ് മിക്സർ ബ്രഷ് ടൂൾ ഉണ്ട്. സോ ഇത് നാലും ഇപ്പൊ നോക്കാം. സോ ബ്രഷ് ടൂളിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ ആവശ്യം അതിനെ ഈ കളറിനെ സെലക്ട് ചെയ്ത് സോ നമ്മൾ ജസ്റ്റ് ആ പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ ബ്രഷ് ചെയ്യാന്നുള്ളതാണ്. സോ ഇപ്പൊ ഈ പ്ലേസിലാണ് എനിക്ക് ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ വി ക്യാൻ ബ്രഷ് ഇറ്റ്. സോ സെയിം ലൈക്ക് ഇതിൽ നമ്മുടെ ഈ പെൻസിൽ ടൂൾ എന്ന് പറഞ്ഞാൽ ഈ പെൻസിൽ ടൂളിനെ ക്ലിക്ക് ചെയ്ത് സോ ഈ പേസിനെ നമുക്ക് ഏത് പേസാണ് ആവശ്യം ആ പേസിനെ ബ്രഷ് ചെയ്യാം. സെയിം ടൈം അതിൽ നമുക്ക് ഏത് നോർമൽ ആണോ അതുപോലെ മൾട്ടിപ്ലൈ ആണോ എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തോളാം. അതുപോലെ അതിന്റെ ഒപ്പാസിറ്റി എത്ര വേണം നമ്മൾ കൂട്ടി വേണം. സോ പെൻസിൽ ടൂളിന്റെ ഒപ്പാസിറ്റി അനുസരിച്ച് കൂട്ടാം. അതുപോലെ ബ്രഷ് ടൂൾ ആണെങ്കിലും അതിന്റെ ഒപ്പാസിറ്റി ഇപ്പോൾ 100 ആണ്. അതുപോലെ ഈ ഒപ്പാസിറ്റി കുറച്ചാണ് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടതാണെങ്കിൽ ജസ്റ്റ് ഇതിനെ എത്ര വേണമെങ്കിൽ ഒപ്പാസിറ്റി കുറച്ച് നമുക്ക് ആ സ്ഥലത്ത് ബ്രഷ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നോർമലായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇതിൽ കളർ റീപ്ലേസ്മെന്റ് ടൂൾ ഉണ്ട്. ഈ ടൂള് ഇപ്പൊ എക്സാമ്പിൾ ഇതാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കളർ റീപ്ലേസ്മെന്റ് ടൂൾ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പൊ ഞാൻ വേറൊരു കളർ ഒന്ന് ഗ്രീൻ കളർ ഒന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, ഈ ഗ്രീൻ കളർ ചൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ സൈസിനെ ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ ഈ കാണുന്ന 2 വോൾട്ട് ഞാൻ ജസ്റ്റ് കളർ റീപ്ലേസ്മെന്റ് കൊടുത്താൽ ഈ കളർ മാറി നമുക്ക് കളർ റീപ്ലേസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഇരിക്കുന്ന കളറിന്റെ കൂടെ ആ കളർ റീപ്ലേസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഫൈൻ. അതർവൈസ് ഇഫ് യു ഗീവ് സംതിങ് എൽസ്, ഇപ്പോ ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കളർ റീപ്ലേസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കളർ റീപ്ലേസ്മെന്റ് ടൂൾ ചെയ്തോളാം. അതുപോലെ നെക്സ്റ്റ് നോക്കുന്നത് മിക്സർ ബ്രഷ് ടൂൾ. ആ ഇരിക്കുന്ന കളറിൽ തന്നെ നമുക്ക് വേറൊരു കളർ മിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് സൈസിനെ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ട് ഇപ്പോ ഞാൻ വേറൊരു കളർ ചൂസ് ചെയ്യാം. ഇതിന്റെ സൈസിനെ ഡിക്രീസ് ചെയ്തിട്ട് സോ ഞാൻ ഇവിടെ വേറൊരു കളർ ഇതിന്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം.